നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കാൻ പോകുന്ന ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, പെട്ടെന്ന് അവർ ഫീലിങ്സിനെ കുറിച്ചായിരിക്കാം, അവരുടെ ലൈഫിനെ കുറിച്ചായിരിക്കാം, ജസ്റ്റ് ജനറലായിട്ട് ഒരു ചെക്കിങ് മാത്രം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹയർ സെൽഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പേഴ്സൻ്റെ ഹയർ സെൽഫ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പുറമേ കാണിക്കുന്നതല്ല അല്ലേ, നമ്മൾ ഡീപ്പ് മൈൻഡിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണ് അങ്ങനെ ഒരു നമ്മൾ പോലും അറിയാത്തൊരു ഭാഗം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ആ ഒരു ഇതിൽ നിന്ന് ഓക്കെ, നമ്മൾ സബ് കോൺഷ്യസ്ലി ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. അവർക്ക് പറയാൻ സാധിച്ചാൽ അവരുടെ ഹയർ സെൽഫ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയാ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ലാസ്റ്റ് ടൈം okay 6 of cups, 5 of wands, star card കാണിക്കാൻ പാടില്ല, സോറി. ഓക്കെ ഓക്കെ, ഞാനിത് ഉറപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്, മിസ്സിങ് ആണോ എന്ന്. ഓക്കെ, വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ഉണ്ടാവും, അവർക്കുള്ളതായിരിക്കും. അത് കൂടുതലും സ്പെസിഫിക് ആയിട്ട് അല്ലാത്തവർക്കും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും അവരുടെ ലൈക്ക് നമ്മൾ പുറമേ ചിലപ്പോൾ പറയുന്നതായിരിക്കില്ല മനസ്സിൻ്റെ ഉള്ളിൽ. സോ ഒരു നമ്മുടെ ഹിഡൻ ഭാഗം ഉണ്ടാവും എന്ന് പറയില്ലേ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരുപാട് ലൈക്ക് ക്ലോസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ല ഇപ്പോൾ വരുന്നത്, അങ്ങനെയായിരിക്കാം. ഓക്കെ, പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഞാനത് ഉറപ്പിക്കണോ. ഈ 6 ഓഫ് കപ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മിസ്സിങ് എനർജിയാണ് ഫീൽ ചെയ്ത്. 5 പെൻറ്റിക്കിൾസ് കൂടെ വന്നപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മേ ബി ഒരു കുറച്ച് കാലമായിട്ടുള്ള നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് അവർ. ഓക്കെ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയോ, ഇത് ഓൾറെഡി തിരിച്ച് കിട്ടാത്ത വിധം പോയോ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരെ മനസ്സിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ, നിങ്ങളുമായിട്ട് നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാൻ മുൻപ്, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. സ്കൂൾ ടൈം തൊട്ടുള്ള പരിചയം, അങ്ങനത്തെ ഫ്രണ്ട്സ് എന്ന രീതിക്ക് സ്കൂളോ കോളേജോ ഒക്കെ ഉള്ള പരിചയമായിരിക്കാം. അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് നമ്മൾ അത്രയും ലൈക്ക് കാലമായിട്ടുള്ള പരിചയങ്ങൾ അങ്ങനെയായിരിക്കും. ബട്ട് നിങ്ങൾ തമ്മിൽ എല്ലാം അടുപ്പമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിക്ക് എടുത്തോളൂ. അതുമാത്രമല്ല ജസ്റ്റ് നിങ്ങൾ ഈവൻ ഇപ്പോൾ ഈ അടുത്ത് പരിചയപ്പെട്ട ആണെങ്കിലും ശരി, നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ആയിരുന്നുണ്ടാവും. ഓക്കെ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നുണ്ടാവും. ഓക്കെ, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോടെ, സ്നേഹത്തോടെ, നമ്മൾ കെയറിങ്ങോടെ നിങ്ങളിൽ നിന്നുണ്ടാവും. അപ്പോൾ ആ സമയങ്ങളൊക്കെ അവർ മിസ് ചെയ്യുന്ന പോലെയാണ്. ഒക്കെ നിങ്ങൾ തമ്മിലൊരു നമ്മൾ പറയില്ല, ചിലവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, കുട്ടികളെ പോലെ അല്ലെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അത്രയും നമ്മൾ മനസ്സ് തുറന്ന് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വരും. അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിൽ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നഷ്ടപ്പെട്ടോ എന്നവർ ചിന്തിക്കുന്നുണ്ട് ശരിക്കും. മേ ബി പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം, ബട്ട് കുറച്ച് എക്സ്പ്രസ് ചെയ്യാതെ ആയിരിക്കാം. ബട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ പറയാം. കാരണം ഇവിടെ പ്രതീക്ഷ കാണുന്നുണ്ട്, സ്റ്റാർ ആണ്. ഓക്കെ, ഹോപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, 555 പോർട്ടൽ. ഓക്കെ, ഞാനത് പറയാൻ വിട്ടുപോയി. ഓക്കെ, 5 and 5 ആണ്. വേറെ ഏതെങ്കിലും 5 അടുത്തുണ്ടോ നോക്കിയതല്ല. ഓക്കെ, സാരമില്ല. എന്തായാലും ഇവിടെ കാണുന്നത് 5 വന്നിട്ടുണ്ട്. സോ ചേഞ്ചിൻ്റെ നമ്പറാണ്. നാളെ 5 പോർട്ടലാണ്. സോ അതിനുള്ള റീഡിങ് ഇടാം ഞാൻ. ഓക്കെ, ചേഞ്ചസ് ആണ് പറയാം നമ്മൾ. 5 എന്ന് പറയുമ്പോൾ 5 എന്നുള്ള നമ്പർ തന്നെ ചേഞ്ചിൻ്റെ കാര്യമാണ് പറയാം, മാറ്റങ്ങളുടെ നമ്പറാണ് പറയാം. സോ ഇവിടെ പേഴ്സൺ ചിന്തിക്കുന്നത് അവർ മേ ബി നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്നിട്ട് അകന്നതായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഗോസിപ്പ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, ആ രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ ആ പേരിലായിരിക്കും നിങ്ങളാകുന്നത്. ബട്ട് അവരിപ്പോൾ അതിനെ എൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ ഒരു ലൈക്ക് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ ഉണ്ടെങ്കിൽ അതിനെ എൻഡ് ചെയ്യണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അവരുടെ ഹയർ സെൽഫ്, അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ള തോട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലൈഫിലൊരു പ്രതീക്ഷ. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ചിലവർക്ക് പണത്തിൻ്റെ ലോസോ അങ്ങനെ വലുതോ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും ലൈഫിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തെങ്കിലും അവരുടെ ലൈഫിൽ വിഷമമുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അവർ കാണുന്നത് നിങ്ങളെയാണ് അവരുടെ ലൈഫിൽ ഒരു ഹോപ്പായിട്ട് അവർ കാണുന്നത്, ഒരു പ്രതീക്ഷയായിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ഒരു ദൂരെ ഒരു നക്ഷത്രം തിളങ്ങാന്ന് പറയില്ലേ. സോ ആ രീതിക്ക് അവർ കാണുന്നത് നിങ്ങളെയാണ്.
ഓക്കെ. ഞാനിത് വളരെ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം ഇത് മെയിൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് 2 ഓഫ് കപ്സ്. ഓക്കെ. സോ 2 ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ സോൾമേറ്റ് കണക്ഷൻ. ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ. ഓക്കെ. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ജന്മ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമെന്നൊന്നുമില്ല. ഓക്കെ. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, കർമ്മയുടെ കാര്യമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ബട്ട് ഇപ്പോൾ അവർ യെസ് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ബോണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ. വളരെയധികം ലൈക്ക് മേ ബി നിങ്ങളായിരിക്കും ചിലപ്പോൾ അവരെ ഒരുപാട് മനസ്സിലാക്കിയ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഫീലിങ്സിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ ഒരു സോൾമേറ്റ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്നാണ്. ഓക്കെ. അവർ അകൽച്ചയുണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവാം, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഡീപ്പ് അവരുടെ മൈൻഡിൽ നിങ്ങൾ അവർക്ക് എപ്പോഴും സോൾമേറ്റ് ആയിട്ടും നിങ്ങളുടെ ഒരു വളരെ ഡീപ്പ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഓക്കെ. സ്റ്റാർ കാർഡ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു വീണ്ടും ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ. അങ്ങനെയും പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ബെറ്റർ ആയിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവര് ഡീപ്പ് മൈൻഡിൽ അതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അഗെയിൻ ഹെർമിറ്റ് വന്നുകൊണ്ട് 1 ലാസ്റ്റ് കാർഡ്. ഓക്കെ. യെസ്. ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മേ ബി അവർ വല്ലതും പറഞ്ഞു കാണാം. കിങ് ഓഫ് സോർഡ്സ് എനർജി കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളവരെ അവർ നിങ്ങളോട് റഫായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കാണാം, എന്തെങ്കിലും പറഞ്ഞു കാണാം, വളരെ ലൈക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ എന്തെങ്കിലും പ്രവർത്തിച്ച് കാണാം. ബട്ട് ഇവിടെ അവരിപ്പോൾ അത് ഓർക്കുമ്പോൾ അവർക്കും വിഷമമുണ്ട്. മേ ബി അത് കാരണമായിരിക്കും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നത്. ബട്ട് അവർ അതിനെ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കും. ഓക്കെ. മതി, ഒരുപാട് ആവശ്യമില്ല. ഓക്കെ. എനിവേ അവർ യെസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചെയ്തതിൻ്റെ റിഗ്രറ്റും ഉണ്ട് അവർക്ക്. ഓക്കെ. അവർ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളോട് എന്തെങ്കിലും തർക്കിച്ചു, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും കുറ്റപ്പെടുത്തി പോയി, അതെന്തെങ്കിലും വന്നതായിരിക്കും ഇടയിൽ. സോ ആ കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്ഷൻ ഒരു ബെറ്റർ ആക്കണം, ജസ്റ്റിസ് ചെയ്യണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് വീണ്ടും വളരണം, ഗ്രോത്ത് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജി തന്നെ ശരിക്കും നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ. അത് വിട്ടൊന്നും പോവില്ല. അങ്ങനെ വല്ല സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ പേഴ്സൺ വരും കുറച്ച് കഴിയുമ്പോൾ. ഡോണ്ട് വറി. ഓക്കെ. നമുക്ക് ഇതിൽ കൂടി നോക്കാം. റിമാർക്കബിൾ, ക്ലാരിറ്റി, ഹാർട്ട്, റീകിൻഡൽ. ഞാൻ പറഞ്ഞില്ലേ ഗിൽറ്റി. യെസ്. അവർക്ക് കുറ്റബോധമുണ്ട്. 5 ഓഫ് പെന്റിക്കിൾസ് ഞാൻ അതാ പറഞ്ഞത്. അവർക്ക് ലേശം കുറ്റബോധമുണ്ട്. ഓക്കെ. യെസ്. റെക്കഗ്നിഷൻ. ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് ഒക്കെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടാവാം. ഏഞ്ചൽ നമ്പേഴ്സോ അവരുടെ പേര് കാണുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തോ അവിടെ ഒരു നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുപോവാണ് യൂണിവേഴ്സ്. ഓക്കെ. അതിനെക്കുറിച്ചൊക്കെ ഇനി ഒരിക്കൽ പറയാം. ഇതിപ്പോൾ കാണുന്നത് നോട്ടീസ് എവറിത്തിങ് റിമാർക്കബിൾ അബൌട്ട് യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ. നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. പേഴ്സൺ എന്നെ അങ്ങനെ പറഞ്ഞു, അവരെന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനത്തെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിൽ ചില നല്ല മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ. ഓക്കെ. നിങ്ങൾ തമ്മിൽ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ ശ്രമിക്കാം. ഓക്കെ. അവിടെ നെഗറ്റിവിറ്റി വരും. അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഒന്നും നല്ല അല്ലാതെ നിങ്ങളൊരു ബന്ധത്തിൽ അധികകാലം നിൽക്കില്ല. കുറച്ചെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. സോ എന്ന് വെച്ചാൽ സോറി, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെയല്ല. ബട്ട് എന്നാലും നിങ്ങളൊന്ന് നല്ലോണം അനലൈസ് ചെയ്യുക കാര്യങ്ങളെ. ക്ലാരിറ്റി അതാ പറഞ്ഞത്. നിങ്ങൾ നല്ലോണം ടേക്ക് ടൈം ടു തിങ്ക് അബൌട്ട് ഈ സിറ്റുവേഷൻ ആൻഡ് ഗെയിൻ ക്ലാരിറ്റി. നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ശരിക്കും ഡീപ്പായിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചിട്ടോ ഈ പേഴ്സൺ എങ്ങനെയാണ്, പുറത്ത് എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ്, എല്ലാം ഒന്ന് നിങ്ങൾ നല്ലോണം ഒബ്സർവ് ചെയ്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ പേഴ്സണിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ഈ വ്യക്തി. ഇവർ ജനറലി ശരിക്കും എങ്ങനെ നല്ലതാണോ അല്ലേ എന്തൊക്കെയാണ് എല്ലാം അറിയണം. ഓക്കെ. ക്ലാരിറ്റി ഗെയിൻ ചെയ്യുക ആദ്യം. നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് എവറി റിലേഷൻഷിപ്പ് ഹാസ് മാജിക്കൽ മൊമെന്റ്സ്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഒന്നും നല്ലതില്ല എന്ന് പറയരുത്. ചില നല്ല മൊമെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ. അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു, ഒന്ന് അകൽച്ച വന്നു, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയി, ഓക്കെ, അതൊക്കെ സംഭവിക്കും. എല്ലാവരും ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴേക്കും അങ്ങനെ ടോട്ടലായിട്ട് എല്ലാം എഴുതി തള്ളി ഇത് ഫുൾ അങ്ങനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ലേ. ഓക്കെ. ഗിൽട്ട് ഉണ്ട് അവർക്ക്. ഓക്കെ. അവർക്ക് ആ ഒരു ഗിൽട്ട് കാരണമാണ് ഇപ്പോൾ അവർ മാറി നിൽക്കുന്നത്. ഓക്കെ. അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം കൊണ്ടാണ്. ഓക്കെ. ആൻഡ് ഇവിടെ യുവർ ഹാർട്ട് ബിഗിൻ ടു ഫീൽ
യു ബിഗിൻ ടു ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വെൻ യു ആർ ക്ലോസ്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണുമായിട്ട് അടുത്തുള്ളപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും എന്നാൽ നിങ്ങൾക്കൊരു സൈനായിട്ട് എടുക്കാം. ഓക്കെ, മേ ബി വളരെയധികം ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ആക്ച്വലി യെസ്, നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷനാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, സോ എന്തായാലും ഇതിനെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടണ്ട. ഓക്കെ, അതിൽ പോസിറ്റീവ് മൊമെന്റ്സിനെ ഓർത്തെടുക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ചെയ്യുക, ലവ് അഫർമേഷൻസ് ചെയ്യുക. നിങ്ങൾ ഓക്കെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനുള്ള അഫർമേഷൻസ് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ഞാനൊന്നും ഗൈഡൻസിലും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ ഓക്കെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വയം നിങ്ങൾ അവനവനെ എന്താ പറയുക, അവനവനെ ആദ്യം സ്നേഹിക്കുക, സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഓക്കെ, റിലേഷൻഷിപ്പും ബെറ്റർ ആവും എന്നാണ് ഇവിടെ കാണുന്നത്. പേഴ്സണിൻ്റെ മനസ്സിൽ നിന്ന് അവർ പറയുന്നുണ്ട്, യെസ് എനിക്ക് ആ ഡീപ്പ് കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ അവർ ബെറ്റർ ആക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.